സംപൂജ്യരായ ഗുരുജനങ്ങളെ, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് ഈ വേദിയിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു തേരഹിൻ്റെ പുത്രന്മാർ. നോഹയുടെ കാലത്തുണ്ടായ ജലപ്രളയത്തിൽ യഹോവയായ ദൈവം വേർതിരിച്ചെടുത്ത നോഹയുടെ പുത്രന്മാർ ഷേം, ഹാം, യാഫത്ത്. ഇവരുടെ സന്തതി പരമ്പരകൾ ലോകമെമ്പാടും നിറഞ്ഞു. ഷേമിൻ്റെ വംശപാരമ്പര്യത്തിൽ നാഹോറിൻ്റെ പുത്രനായി തേരഹ് ജനിച്ചു. മെസൊപ്പൊത്താമിയ എന്ന മനോഹരമായൊരു പട്ടണം. കൽദായരാണ് ആ പട്ടണത്തിൽ താമസിക്കുന്നവരധികവും. അവിടെ ഊർ എന്ന ഒരു കൊച്ചു ഗ്രാമം. അവിടുത്തെ ജനങ്ങളെ കണ്ടില്ലേ? കന്നുകാലികളെ മേയ്ക്കുന്നവർ, പാടത്ത് കൃഷി ചെയ്യുന്നവർ, നിരനിരയായി അണിയായി പോകുന്നത് കാണാൻ എന്ത് ചന്തം. കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ കൊച്ചു കൊച്ചു വീടുകൾ. ആ വീട്ടിൽ നാലാമത്തെ വീട്ടിൽ ഒരു മനുഷ്യനിരിക്കുന്നു. ആ മനുഷ്യനാണ് നാഹോറിന്റെ പുത്രൻ തേരഹ്. അല്ല, അയാൾ അവിടെ എന്തെടുക്കുക? തലേ ദിവസം താൻ കളിമണ്ണിൽ കുഴച്ചുണ്ടാക്കിയ ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ, പ്രതിമകൾ എടുത്ത് കൊട്ടയിൽ അടുക്കി വെക്കുകയാണ്. ഈ കൊട്ടയിൽ അടുക്കി വെച്ച ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ, ബാൾ, ദാഗോൺ തുടങ്ങി എത്ര ദൈവങ്ങൾ. നോക്കണേ, സർവശക്തനും നിത്യനുമായ യഹോവയായ ദൈവം ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുമ്പോൾ ദൈവങ്ങളെ ഉണ്ടാക്കുകയോ നിസ്സാര ജോലിയല്ല. ഈ തേരഹിന് വേറെ ജോലിയൊന്നുമില്ലേ? അദ്ദേഹം ഈ കൊട്ടയിൽ അടുക്കി വെച്ച ദൈവങ്ങളെയും കൊണ്ട് അങ്ങനെ പോവുകയാണ്. പട്ടണവീഥികളിലും തെരുവോരങ്ങളിലും ഗ്രാമാന്തരങ്ങളിലും വിഗ്രഹങ്ങളുമായി പോകുന്ന തേരഹ് ഉറക്കെ വിളിച്ചു ചോദിക്കും, ദൈവങ്ങളെ വേണോ? ദൈവങ്ങളെ വേണോ? ദൈവങ്ങളെ വേണോ? കൽദായരുടെ വീഥികളിൽ, ദേശത്തിൻ പാതകളിൽ, കൽദായരുടെ വീഥികളിൽ, ദേശത്തിൻ പാതകളിൽ സഹജരോട് ചോദിക്കും, ദൈവങ്ങളെ വേണോ? നിങ്ങൾക്കു ദൈവങ്ങളെ വേണോ? കൽദായരുടെ വീഥികളിൽ, ദേശത്തിൻ പാതകളിൽ സഹജരോട് ചോദിക്കും, ദൈവങ്ങളെ വേണോ? നിങ്ങൾക്കു ദൈവങ്ങളെ വേണോ? വിഗ്രഹങ്ങളെല്ലാം വിറ്റ് കിട്ടുന്ന കാശിന് തേരഹ് വീട്ടിനാവശ്യമുള്ള സാധനങ്ങൾ, ഗോതമ്പും യവവും ചോളവും വാങ്ങി മടങ്ങി വരുമ്പോൾ താൻ തലേന്നാൾ ഉണ്ടാക്കി വെച്ചിട്ട് പോയ ദൈവങ്ങളുടെ കൈയും കാലും ഉടഞ്ഞു കിടക്കുന്നു. തേരഹ് ഉറക്കെ വിളിക്കും, എടാ കുരുത്തം കെട്ടവന്മാരെ, ഇവിടെ വരീനടാ. ആരാണ് ഈ കുരുത്തം കെട്ടവന്മാര്? തേരഹിന് 3 പുത്രന്മാർ, അബ്രാം, നാഹോർ, ഹാരാൻ. എന്താപ്പാ ഞങ്ങളെ വിളിച്ചോ? വിളിച്ചു. ആരാടാ ഞാൻ ഇവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ചിട്ട് പോയ ഈ എൻ്റെ ദൈവങ്ങളെ, ആഗോനെ ബാലിനെയൊക്കെ അടിച്ചുടച്ചത്? എന്ത് പാടുപെട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് പോയ വിഗ്രഹങ്ങളാ ദൈവങ്ങളെ കിടക്കുന്ന കിടപ്പ് കണ്ടോ? എടാ അബ്രാമേ, നീയാണോടാ? എടാ നാഹോറെ, നീയാണോടാ? എടാ ഹാരാനെ, നീയാണോടാ? അപ്പനാണ്, അപ്പൻ്റെ ദാഗോണാണ്, ഞാനല്ലേ. എടാ അബ്രാമേ, നീ എന്താടാ കണ്ണും മിഴിച്ച് ഒന്നും പറയാതെ നിൽക്കുന്നത്? അപ്പാ, എന്താടാ? അപ്പൻ്റെ ഈ ദൈവങ്ങൾ ഒരു അനുസരണയുമില്ല. അതെന്താടാ?
അപ്പൻ വിഗ്രഹങ്ങളെ വിൽക്കാൻ പോലില്ലയോ? ആ തക്കം നോക്കി ഇവർ കൂട്ടടിയാ. ദാഗോൻ ബാലിനെ അടിക്കും, ബാല് ദാഗോനെ അടിക്കും. നോക്കി നിൽക്കുന്ന മറ്റേ ആശാന്മാർ ഇവരെ രണ്ടുപേരെ അടിക്കും. അങ്ങനെയാണപ്പാ ഇവരുടെ കൈയും കാലും ഉടഞ്ഞു കിടക്കുന്നത്. ഞങ്ങളാരും ഒന്നും ചെയ്തതല്ല. സത്യം പറഞ്ഞാൽ ഈ കുസൃതികളൊക്കെ കാണിക്കുന്നത് അബ്രാമാണ്. അബ്രാമിനറിയാം തൻ്റെ അപ്പൻ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഈ കളിമൺ പ്രതിമകൾക്കൊരു ശക്തിയുമില്ല. കണ്ണുണ്ട്, അവരൊന്നും കാണുന്നില്ല. കാതുണ്ട്, അവരൊന്നും കേൾക്കുന്നില്ല. വായുണ്ട്, അവർ സംസാരിക്കുന്നില്ല. എല്ലാം കളിമൺ പ്രതിമകൾ. പക്ഷേ അബ്രാമിൻ്റെ ഹൃദയത്തിനുള്ളിൽ യഹോവയായ ദൈവം, ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരുന്നു. തേരഹിൻ്റെ 3 മക്കളും വളർന്നു. അവർ 3 പേരും 3 കന്യകമാരെ വിവാഹം കഴിച്ചു. തേരഹിൻ പുത്രന്മാർ 3 പേരും 3 കന്യകമാരെ സഖികളാക്കി. തേരഹിൻ പുത്രന്മാർ 3 പേരും 3 കന്യകമാരെ സഖികളാക്കി. അബ്രാം സാറായി ദമ്പതികളെ ദൈവം തിരുകൈ കരത്തൊട്ടു അനുഗ്രഹിച്ചു. അബ്രാം സാറായി ദമ്പതികളെ ദൈവം തിരുകൈ കരത്തൊട്ടു അനുഗ്രഹിച്ചു. തേരഹിൻ പുത്രന്മാർ 3 പേരും 3 കന്യകമാരെ സഖികളാക്കി. വർഷങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നുപോയി. ഒരു ദിവസം സായം സന്ധ്യ, ഇരുളിൻ്റെ തിരശ്ശീല മെല്ലെ മെല്ലെ ഇതാ കെട്ടഴിഞ്ഞു വീഴുന്നു. കിഴക്കുതിച്ച സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കാൻ തുടങ്ങുന്ന നേരം ഹാരാന്റെ വീട്ടുമുറ്റത്തേക്ക് ആ ദേശത്തിലെ മുഴുവൻ ജനങ്ങളും നടന്നു വരികയാണ്. എന്താണ് സംഭവം? തേരഹിന്റെ വീട്ടിന്റെ മുറ്റത്ത് ശീലയിൽ പൊതിഞ്ഞു കിടക്കുന്ന ഒരു ശവശരീരം. ആരാണ്? തേരഹിന്റെ പ്രിയപുത്രൻ ഹാരാൻ മരിച്ചു. അലമുറയിട്ട് കരയുന്ന തേരഹ്, പൊന്നുമക്കളെ, വാവിട്ട് കരയുന്നു അബ്രാമും നാഹോരും. ദുഃഖസാന്ദ്രമായ നിമിഷങ്ങൾ. മരിച്ചു കിടക്കുന്ന ഹാരാൻ ഒരു പുത്രനുണ്ട്, ലോത്ത്. ഹാരാന്റെ ശവശരീരം അടക്കം ചെയ്തു. ഒരു ദിവസം രാത്രിയിൽ അബ്രാം ഉറങ്ങിക്കിടക്കുകയാണ്. ഉറക്കത്തിൽ പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലുള്ള ഒരു ശബ്ദം കേട്ടവൻ ഉറക്കമെണീറ്റു, ചാടിയെണീറ്റു. അവനൊരു ശബ്ദം കേട്ടു, അബ്രാമേ. പിതാവേ, ഞാനിതാ. അബ്രാമേ, നിന്റെ ബന്ധുക്കളെയും ചാർച്ചക്കാരെയും പിതൃഭവനവും പിതൃദേശവും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന കാനാൻ ദേശത്തേക്ക് നീ പുറപ്പെടുക. അന്ന് വരെ കാണാത്ത കേൾക്കാത്ത ദൈവത്തിൻ്റെ ശബ്ദം കേട്ട്, അന്ന് വരെ കാണാത്ത ദൈവത്തിൻ്റെ വിളി കേട്ട് പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. തന്നെ വിളിച്ചവന് വിശ്വസ്തൻ, തന്നെ ഒരു കാലവും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി അബ്രാം പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ ഭാര്യ സാറായുടെ കൈക്ക് പിടിക്കുമ്പോൾ തൻ്റെ കൺമുന്നിൽ വന്ന് നിൽക്കുന്നു അപ്പനായ തേരഹ്. പൊന്നുമക്കളെ, എൻ്റെ മകൻ ഹാരാനില്ലാത്ത ഈ നാട്ടിൽ അപ്പൻ ജീവിക്കുന്നില്ല മക്കളെ, ജീവിക്കുന്നില്ല. അപ്പനും നിങ്ങളോടൊപ്പം വരികയാണ് മക്കളെ, നിങ്ങളോടൊപ്പം വരികയാണ്. തൻ്റെ ഭാര്യ സാറായിയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ലോത്തിന്റെ ഭാര്യയുമായി, തൻ്റെ പ്രിയപ്പെട്ട അപ്പനുമായി, തൻ്റെ പിതൃദേശത്തെയും ബന്ധുക്കളെയും ചാർച്ചക്കാരെയും ഉപേക്ഷിച്ച് കാനാൻ നാട്ടിലേക്ക് യാത്രയാവുകയാണ് അബ്രാം. യാത്ര ചോദിക്കാതെ, ഒന്നും പറയാതെ
യാത്ര ചോദിക്കാതെ ഒന്നും പറയാതെ അകലെ. യാത്ര ചോദിക്കാതെ ഒന്നും പറയാതെ യാത്ര ചോദിക്കാതെ ഒന്നും പറയാതെ അകന്നു പോയകലെ. ബന്ധുക്കളെയും സ്വദേശവുമകന്ന് കാനാൻ തേടിപ്പോയി. അബ്രാമും തേരഹും ഭാര്യ സാറായിയും ലോത്തും കുടുംബവും ആടുമാടുകൾ കന്നുകാലികൾ ഒട്ടകങ്ങൾ കഴുതകൾ എല്ലാമായി അവർ കനാൻ ദേശത്തിൽ അവർ കൂടാരമടിച്ചു അവിടെ വസിക്കുന്ന കാലം. ഒരു ദിവസം അബ്രാം വന്നു നോക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ട അപ്പൻ ദാ നിലത്തി വീണ് കിടക്കുന്നു. അപ്പാ അപ്പാ, പൊന്നുമോനെ അബ്രാമേ, അപ്പൻ പോവുകയാണ് മക്കളെ, അപ്പൻ പോവുകയാണ്. അപ്പന്റെ അരികിലേക്ക് നീ വരിക, അപ്പൻ നിന്നെ ഒന്ന് ചുംബിക്കട്ടെ. പൊന്നുമക്കളെ, ഈ അപ്പന് ഒരേ ഒരാഗ്രഹം മാത്രം. എന്താണപ്പാ, എന്താണപ്പാ? നിന്റെ അനുജൻ ഹാരാന്റെ പുത്രൻ ലോത്തിനെ നീ ഒരിക്കലും ഉപേക്ഷിക്കരുത്. ലോത്തിനെ നീ കൈവിടരുത് മക്കളെ, കൈവിടരുത്. മക്കളെ, നിങ്ങളെ പോറ്റാൻ വേണ്ടി മാത്രമാണ് അപ്പൻ ഈ കളിമൺ പ്രതിമകൾ ഉണ്ടാക്കിയതും വിറ്റ് നടന്നതും. അപ്പനറിയാം മക്കളെ, ഈ പ്രതിമകൾക്കൊരു ശക്തിയുമില്ല എന്ന്. പൊന്നുമോനെ, നിന്നോടൊപ്പം അത്യുന്നതനായ ദൈവമുണ്ട്, അത്യുന്നതനായ ദൈവം നിന്നോടൊപ്പമുണ്ട്. ആ കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞു. അതേ, തേരഹ് മരിച്ചു. അപ്പാ, എല്ലാവരും ഓടിക്കൂടി. ദാ മരിച്ചു കിടക്കുന്നു തങ്ങളുടെ പ്രിയപ്പെട്ട അപ്പൻ. ചരിത്രം അവസാനിക്കുന്നില്ല. എന്നാൽ ഈ ചരിത്രം ഞാനിവിടെ ഇങ്ങനെ പൂർണ്ണമാക്കുന്നു. തേരഹിന്റെ പുത്രന്മാർ